Welcome to NCMS platform. Today we are going to discuss business finance subject. കോമേഴ്സിലെ 10 സബ്ജക്റ്റിലെ പ്രോബ്ലം ഓറിയന്റഡ് ആയിട്ടുള്ള 5 സബ്ജക്റ്റിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സബ്ജക്റ്റ് ആണ് ബിസിനസ് ഫിനാൻസ്. നമുക്ക് എന്തൊക്കെയാണ് ബിസിനസ് ഫിനാൻസിൽ പഠിക്കാനുള്ളത് എന്ന് നോക്കാം. ദെൻ 3 വളരെ ഇമ്പോർട്ടന്റ് ആയ ഫൈനാൻഷ്യൽ ഡിസിഷനിലൂടെ ബിസിനസ് ഫിനാൻസ് സബ്ജക്ട് നമുക്കൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. നമുക്ക് NTA സിലബസ് കൃത്യമായിട്ട് ഒരു വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള 2019 ശേഷം അപ്ഡേറ്റഡ് ആയിട്ടുള്ള സിലബസ് നമുക്ക് ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കാണാം. എന്നാൽ ഇത് ഒരു വാസ്റ്റ് ആയ സിലബസിനെ ഞാൻ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് ആൻഡ് ബിസിനസ് ഫിനാൻസ്. ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറയുന്ന പാർട്ടിൽ നാച്ചർ ഓഫ് ഫൈനാൻഷ്യൽ മാനേജ്മെന്റ്, ക്യാപിറ്റൽ സ്ട്രക്ചർ, ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്, വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ്, ഡിവിഡൻഡ് ഡിസിഷൻ നമുക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടതും എന്നാൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യുകയും ചെയ്യേണ്ട ഒരു ഏരിയ ആണ് പ്രോബ്ലം ഓറിയന്റഡ് ആയിട്ടുള്ള ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന അണ്ടറിൽ വരുന്ന ഏരിയാസ്. സാധാരണ നെറ്റ് എക്സാമിന് ഒരു 5 to 7 ക്വസ്റ്റ്യൻസ് ഈ ഒരു ഏരിയയിൽ നിന്നാണ് ചോദിക്കാറ്. എന്നാൽ സിലബസ് ഒക്കെ അപ്ഡേറ്റഡ് ആയതിനു ശേഷം NTA വീണ്ടും ആഡ് ചെയ്തൊരു ഏരിയ ആണ് ഇന്റർനാഷണൽ ആസ്പെക്റ്റിലുള്ള ഇന്റർനാഷണൽ മോണിറ്ററി സിസ്റ്റം, ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ്, ഇന്റർനാഷണൽ ഫൈനാൻഷ്യൽ മാർക്കറ്റ്, റിസ്ക് റിട്ടേൺ, ഇന്റർനാഷണൽ ആർബിട്രേജ്. നമ്മൾ എത്ര ഫോക്കസ് ചെയ്താലും കുറച്ച് ക്വസ്റ്റ്യൻസ് ഔട്ട് ഓഫ് സിലബസ് ആയിട്ട്, കറന്റ് അഫയേഴ്സ് ആയിട്ട്, അപ്ഡേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്ന ഏരിയയാണ്. സോ നമുക്ക് ഫോക്കസ് ചെയ്യുന്നതിൽ കുറച്ച് ലിമിറ്റ് ഉണ്ട്. സാധാരണ ഒരു 2 to 3 ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ഏരിയയിൽ നിന്ന് ചോദിക്കുന്നത്. എന്നാലും നമുക്ക് കൃത്യമായിട്ട് കൂടുതൽ ഇവിടെ ഫോക്കസ് ചെയ്യണം എന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് അണ്ടറിലെ പ്രോബ്ലം ഓറിയന്റഡ് ഏരിയ ആണ് നാം കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്. ഇവിടെ നമ്മൾ കൃത്യമായിട്ട് സിലബസ് ഓറിയന്റഡ് പഠിക്കണം. ബട്ട് കമ്പാരറ്റീവ്ലി നമ്മൾ കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടത് ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് അണ്ടറിൽ വരുന്ന കോൺസെപ്റ്റുകളാണ്. ദെൻ ഈ ഒരു സബ്ജക്ട് ത്രൂ ഔട്ട് ഒരു 3 ഫൈനാൻഷ്യൽ ഡിസിഷനുമായി ബന്ധപ്പെട്ടതാണ്. നമുക്ക് ആ ഒരു 3 ഫൈനാൻഷ്യൽ ഡിസിഷൻ പഠിച്ചതിന് ശേഷം നമുക്ക് എങ്ങനെയാണ് കൃത്യമായിട്ട് ആ ഒരു സബ്ജക്ട് എങ്ങനെ കണക്ട് ചെയ്യുന്നു, 3 ഫൈനാൻഷ്യൽ ഡിസിഷനിലൂടെ ഈ സബ്ജക്ട് എങ്ങനെ കണക്ട് ചെയ്തു എന്ന് നമുക്ക് നോക്കാം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 3 ഫൈനാൻഷ്യൽ ഡിസിഷൻസ് നമുക്കറിയാം. ദ ഫസ്റ്റ് വൺ ഈസ് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ, ദെൻ ഫൈനാൻസിങ് ഡിസിഷൻ, ദ ലാസ്റ്റ് വൺ ഈസ് ഡിവിഡൻഡ് ഡിസിഷൻ. നമുക്കിത് കൃത്യമായിട്ട് പ്രാക്ടിക്കലി ഒന്ന് പഠിച്ചു നോക്കാം. എന്റെ കമ്പനിയുടെ എക്സ്പാൻഷന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ ഒരു മെഷീനറിയിൽ 10 lakh rupees ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്നു. നമുക്കറിയാം മെഷീനറി ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്ന സമയത്ത് കമ്പനിയുടെ പ്രൊഡക്ടിവിറ്റി കൂടും, കമ്പനിയുടെ ടേൺ ഓവറും കമ്പനിക്ക് കുറച്ചും കൂടി ഒരു എക്സ്പാൻഷൻ കൈവരും. ഓക്കെ, ഈ മെഷീനറിയിൽ 10 lakh ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം 10 lakh ഇൻവെസ്റ്റ്മെന്റ് ചെയ്യണമെങ്കിൽ ഈ 10 lakh rupees ഏതൊക്കെ സോഴ്സിൽ നിന്നാണ് നമ്മൾ ഫണ്ട് റേസ് ചെയ്യാം. സോ നാം പഠിച്ചിട്ടുണ്ട് നമുക്കൊരു റിക്വയർമെന്റ് ഉണ്ടാവുന്ന സമയത്ത് അതെങ്ങനെയാണ് മാനേജ്മെന്റ് ചെയ്യാം. നമ്മൾ റിക്വയർമെന്റ് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഡിഫറെന്റ് സോഴ്സിൽ നിന്ന് ഫണ്ട് റേസ് ചെയ്യും. ഫൈനാൻസ് എന്ന് പറയുന്നത് തന്നെ മാനേജ്മെന്റ് ഓഫ് ദ മണി അറ്റ് ദ ടൈം വെൻ ഇറ്റ് ഈസ് റിക്വയർഡ് എന്നാണ്. നിങ്ങൾക്കൊരു മൊബൈൽ ഫോൺ വാങ്ങണം, ഒരു റിക്വയർമെന്റ് ജനറേറ്റ് ചെയ്തു, അതെങ്ങനെ നിങ്ങൾ മാനേജ് ചെയ്യാം. നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ടിൽ നിന്ന് കുറച്ച് പൈസ വാങ്ങും, നിങ്ങളുടെ റിലേറ്റീവ്സിൽ നിന്ന് വാങ്ങും, ഒരു പക്ഷേ നിങ്ങൾ EMI ഇടും. ആ ഒരു റിക്വയർമെന്റ് നിങ്ങൾ ഡിഫറെന്റ് സോഴ്സിലൂടെ ഫണ്ട് റേസ് ചെയ്ത് മാനേജ് ചെയ്യുന്നു. അതേപോലെ മെഷീനറി ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്ന ആ ഒരു റിക്വയർമെന്റ് ഫുൾഫിൽ ചെയ്യുന്നത് ഈ ഒരു കമ്പനിയിൽ 10 lakh റേസ് ചെയ്യുന്നത് ഡിഫറെന്റ് സോഴ്സിൽ നിന്നാണ്. ബേസിക്കലി കമ്പനി ഫണ്ട് റേസ് ചെയ്യുന്നത് ഡെപ്റ്റ് ക്യാപിറ്റൽ ആൻഡ് ഇക്വിറ്റി ക്യാപിറ്റൽ. ഇവിടെ 5 lakh ഡെപ്റ്റ് ക്യാപിറ്റൽ റേസ് ചെയ്തു, 5 lakh ഇക്വിറ്റി ക്യാപിറ്റൽ റേസ് ചെയ്തു. കമ്പനി എന്ത് ചെയ്യുന്നു? മെഷീനറി ഇൻവെസ്റ്റ്മെന്റ് നടത്തും. നമുക്കറിയാം സാധാരണ ഒരു 5 വർഷം 10 വർഷത്തേക്കൊക്കെയാണ് ഈ ഒരു ഇൻവെസ്റ്റ്മെന്റിന്റെ പീരീഡ് എന്ന് പറയുന്നത്. ഓരോ വർഷവും കമ്പനി ആ ഒരു ഇൻവെസ്റ്റ്മെന്റിൽ നിന്ന് ക്യാഷ് ഇൻഫ്ലോ എക്സ്പെക്ട് ചെയ്യും അല്ലെ. ഓരോ വർഷം ഒരു പക്ഷേ 1 lakh 50,000 80,000 ഡിഫറെന്റ് ആയിട്ടുള്ള ക്യാഷ് ഇൻഫ്ലോ ഇൻവെസ്റ്റ്മെന്റിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യും. ഇങ്ങനെ ക്യാഷ് ഇൻഫ്ലോ കിട്ടുകയും കമ്പനി അതൊരു പ്രോഫിറ്റ് ലെവൽ എത്തിക്കഴിഞ്ഞാൽ കമ്പനി എന്ത് ചെയ്യും? ഒന്നെങ്കിൽ കമ്പനിയുടെ ഈ പ്രോഫിറ്റ് ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും, അല്ലെങ്കിൽ കമ്പനി എന്ത് ചെയ്യുന്ന വെച്ചാൽ കമ്പനിയിൽ തന്നെ റീറ്റെയിൻ ചെയ്യും ഫോർ ഫർദർ ഇൻവെസ്റ്റ്മെന്റ്. ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്താൽ വാല്യൂ ഓഫ് ദ ഫേമിനെ അഫക്ട് ചെയ്യുമോ ഇല്ലയോ ഒരു ചോദ്യചിഹ്നമാണ്. സോ ഈ ഒരു സെനാരിയോയിൽ നിന്ന് നമുക്ക് ഈ ഒരു 3 ഡിസിഷനും വളരെ കൃത്യമായിട്ട് പഠിക്കാൻ പറ്റും. ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ എന്ന് വെച്ചാൽ കമ്പനിയുടെ എക്സ്പാൻഷന് വേണ്ടിയിട്ട് ഒരു ഫിക്സ്ഡ് അസറ്റിലേക്ക് കമ്പനി എന്ത് ചെയ്യുന്നു? ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നു. എന്നിട്ട് ആ ഇൻവെസ്റ്റ്മെന്റിൽ നിന്ന് ഒരു സീരീസ് ഓഫ് ഇയേഴ്സിലേക്ക് ക്യാഷ് ഇൻഫ്ലോ എക്സ്പെക്ട് ചെയ്യുന്നതിനാണ് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ എന്ന് പറയാം, ഓർ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത്. ദെൻ
ഫൈനാൻസിങ് ഡിസിഷൻ എന്ന് പറയുമ്പോൾ ഏതൊക്കെ സോഴ്സിൽ നിന്നാണ് ഫണ്ട് റേസ് ചെയ്യേണ്ടത്? ഡെപ്റ്റിൽ നിന്നാണോ അല്ലെങ്കിൽ ഇക്വിറ്റിയിൽ നിന്നാണോ? ഇങ്ങനെ ഏതൊക്കെ സോഴ്സിൽ നിന്നാണ് ഫണ്ട് റേസ് ചെയ്യേണ്ടത്? ഇതുമായി ബന്ധപ്പെട്ട ഡിസിഷനാണ് ഫൈനാൻസിങ് ഡിസിഷൻ എന്ന് പറയുന്നത്. ദെൻ ഡിവിഡൻഡ് ഡിസിഷൻ എന്ന് പറയുമ്പോൾ കമ്പനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രോഫിറ്റബിൾ ആയി കഴിഞ്ഞാൽ ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്താൽ അത് വാല്യൂ ഓഫ് ദി ഫേമിനെ അഫക്ട് ചെയ്യുമോ ഇല്ലയോ, അതുമായി ബന്ധപ്പെട്ട ഡിസിഷനാണ് ഡിവിഡൻഡ് ഡിസിഷൻ. ഫൈനാൻഷ്യൽ മാനേജ്മെന്റിൽ നമുക്ക് പഠിക്കാനുള്ളത് ഈ ഒരു 3 ഡിസിഷന്റെ ഒരു എലാബറേറ്റഡ് ഫോമാണ് ഈ ഒരു സബ്ജക്ട് ത്രൂ ഔട്ട് നമുക്ക് പഠിക്കാനുള്ളത്. സോ നമുക്കറിയാം ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ ഇവിടെ നമുക്ക് ജനറലി എന്താക്കാം? ജനറലി ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ എന്ന് പറയുന്നത് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ആൻഡ് വർക്കിംഗ് ക്യാപിറ്റലായി നമുക്ക് കാറ്റഗറൈസ് ചെയ്യാം. ഇതൊക്കെ ഡിഫറെന്റ് മൊഡ്യൂൾ ആയിട്ട് പഠിക്കാനുള്ളതാണ്. ഫൈനാൻഷ്യൽ ഡിസിഷൻ നേരത്തെ പറഞ്ഞ പോലെ ഡെപ്റ്റ് ആൻഡ് ഇക്വിറ്റി ആയിട്ട് കാറ്റഗറൈസ് ചെയ്യാം. ഡിവിഡൻഡ് ഡിസിഷൻ എന്ന് പറയുമ്പോൾ റെലവൻസ് തിയറീസ് ആൻഡ് ഇറലവൻസ് തിയറി. ഡിവിഡൻഡ് ഷെയർ ഹോൾഡേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്താൽ വാല്യൂ ഓഫ് ദ ഫേമിനെ അഫക്ട് ചെയ്യും എന്ന് പറയുന്ന റെലവൻസ് തിയറിയും ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്താൽ വാല്യൂ ഓഫ് ദ ഫേമിനെ അഫക്ട് ചെയ്യില്ല എന്ന് പറയുന്ന ഇറലവൻസ് തിയറി. സോ ഈ ഒരു ഫൈനാൻഷ്യൽ ഡിസിഷനും ഇതിന്റെ ഒരു ക്ലാസിഫിക്കേഷനുമാണ് ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറയുന്ന സബ്ജക്ട് ത്രൂ ഔട്ട് നമുക്ക് പഠിക്കാനുള്ളത്. സോ NCMSന്റെ ഭാഗമായിക്കോളൂ, നമുക്ക് ഫൈനാൻഷ്യൽ മാനേജ്മെന്റിൽ 100% സ്കോർ ചെയ്യാം.